ഈസ് ഇറ്റ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ്? നമ്മളുടെ കോമ്പറ്റീറ്ററെ തോൽപ്പിക്കാൻ നമുക്ക് അവൻ്റെ എക്സ്പീരിയൻസ് ആണോ? നോ. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ചില ആളുകളുണ്ട്, ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവർ, 20 വർഷത്തെ എക്സ്പീരിയൻസ്, 25 വർഷത്തെ എക്സ്പീരിയൻസ്. നമ്മുടെ അച്ഛന്മാരാരെങ്കിലും ബിസിനസ്സുകാരുണ്ട്, അവർ 25 കൊല്ലമായടാ ഇത് തുടങ്ങിയിട്ട്. ഇവരുടെ എക്സ്പീരിയൻസിനൊരു പ്രശ്നമുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ 1, 2, 3 വർഷം ഇവരെന്തൊക്കെയോ പഠിച്ചു, പിന്നെ ദേ ആർ ജസ്റ്റ് റിപ്പീറ്റിംഗ് ദ സെയിം. സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനത്തിനെ പൊട്ടിക്കാൻ സജു എന്ത് ചെയ്താൽ മതി? അവനേക്കാൾ കൂടുതൽ 1 കൊല്ലം കൂടെ പഠിച്ചാൽ മതി. 25 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ തോൽപ്പിക്കാൻ അയാൾ ആകെ 1, 2 കൊല്ലമേ പഠിച്ചിട്ടുള്ളൂ. ബിസിനസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 കൊല്ലം പഠിച്ചാൽ മതി. 25 കൊല്ലമൊന്നും വേണ്ട ഒരാളുടെ എക്സ്പീരിയൻസിന്. അയാൾ പഠിച്ച കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. സക്സസ്ഫുൾ ബിസിനസ്സുകാരോടൊക്കെ ചോദിക്കുക. സോ ഇഫ് യു ആർ നോട്ട് എ ഗുഡ് സ്റ്റുഡൻറ്റ്, യു ആർ സിംപ്ലി സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ്. നിങ്ങളൊരു പഴഞ്ചനാണ്, നിങ്ങളൊരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ. സോ ഓൾവേസ് ബി ഇൻ ലേണിംഗ് ഹാബിറ്റ്. പഠിച്ചുകൊണ്ടേയിരിക്കണം. എക്കോണമിയാണോ, മാർക്കറ്റ് കണ്ടീഷനാണോ നമ്മളുടെ ബിസിനസ്സിലെ സക്സസ് തീരുമാനിക്കുന്നത്? നോ വേ, നോ നോ. സോ നമുക്കെല്ലാവർക്കും ബിസിനസ്സിൻ്റെ അകത്ത് ഭയങ്കര ആഗ്രഹമാണ്. ആർക്കൊക്കെ ബിസിനസ് സ്കെയിൽ ചെയ്യണ്ടേ, സ്കെയിലപ്പ് ചെയ്യണ്ടേ, ബിസിനസ് വളർത്തണ്ടേ ആർക്കൊക്കെ? യെസ്, ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്. നിങ്ങൾ നോക്കുക, ലോകത്ത് സ്കെയിലപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളെയും എടുത്തു നോക്കുക. ഏതൊക്കെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്തിട്ടുണ്ടോ ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഓൾ ദീസ് ബിസിനസ് ആർ സിമ്പിൾ. ഏതൊക്കെ ബിസിനസ് തളർന്നിട്ടുണ്ടോ അതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഇഫ് യു വാണ്ട് ടു സ്കെയിൽ യുവർ ബിസിനസ്, സിംപ്ലിഫൈ യുവർ ബിസിനസ്.